രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം. കിഷ്കിന്ധാകാണ്ഡത്തിൽ നിന്നുള്ള സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃഹപ്ലവരനും പൃഥ്വീധരപ്ലവരോത്തുംഗരൂപനായി ദുഷ്ടാപരക്കും കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതോ ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരിനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ വലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്വസ്തരായ ന്യൂന്യമാശു ചൊല്ലിയിടിനർ. അദ്രീന്ദ്രതുല്യനായൊരു ഗംഗാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാൽ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതു എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജ്. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങൂ വരുവിൻ ഭയപ്പെടായികേതുമേ. ഉമ്പകോൻ പൗത്രനു മൻപോടതു കേട്ടു സമ്പാദ തന്നുടെ മുമ്പിലാമാതു ചെന്നംഭോജലോചനൻ തൻപാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യാകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി കട്ടുകൊണ്ടേടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും വിരിഞ്ഞോടി പുത്രി മൊഴിയിട്ടതു കേട്ടു ദക്ഷണേ ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ ലക്ഷണദാചരനോടു ജടായുവം. പക്ഷിപ്ലവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു. പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലെ. ഭർത്താവിനെ കണ്ട വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും ത്വൽപ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകുന്ന യച്ചിതോ ലക്ഷം കവിവരന്മാരെയോരോ ദിശയും. ദക്ഷിണദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലേതുമേ. 30 നാളിനകത്തു ചെന്നീടായിൽ അപ്പോൾ അവന് വധിക്കും കവിവരൻ. പാതാളം ഉൾപ്പൊക്കുവാസരം പോയതും ഏതൂമറിഞ്ഞീര ഞങ്ങളതുകൊണ്ടു ദർഭാവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടോ. അരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരോടമുദാമവനോട് ചൊല്ലിനാൻ.
ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനൻ. എന്നുടെ സോദരനായുതകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യപ്പീനുതക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വെച്ചിടിനാനാദരാൽ തൽസലിലെ കുളിച്ചഞ്ഞലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാവ്. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദിജാനിക തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപരിയുണ്ട് മധ്യേ സമുദ്രമായി തത്വമഹാശോകഗാനനെ ജാനകി നക്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരാമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഗൃധ്വനാകയൽ. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ സോദരനെ കൊന്നേണമേതൊരു ജാതിയും ഭക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കേണമാശുപോയി രത്നാകരം. പിന്നെ വന്നൂരു ഭൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവാമതിന്നു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം. യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരച്ചൻ. ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമെന്ന് ഒരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാവ്. സമ്പാദിതന്നുടെ പൂർവവൃത്താന്തങ്ങളമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറഞ്ഞിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചീതനജനു പക്ഷാപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതൂ ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേ നന്ദനായി പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായതു ചുതകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസനായൊരു തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ. എന്നോട് പണ്ടു കണ്ടുള്ളോ ഒരറിവ് നിമിത്തമായി എന്തു സമ്പാദി വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാരകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പലകനി എന്നത് കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചു ദൂസന്നമായി വന്നു ചുളുകൂദയാനിതേ. ജീവനത്തെ ധരിക്കേണ്ടും ഉപായമെന്നേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായരുളി ചെയ്തു. സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം പുരുഷനീ. ദേഹം നിമിത്തമേ ദുഃഖാമതകനീ ദേഹമൊക്കെ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. വിദ്യയായുള്ളോരെ വിദ്യാസമുദ്ഭവ വസ്തുവായുള്ളൊന്ന് അഹങ്കാരമൊക്കെ ചിച്ഛായയോട് സംയുക്തമായി ഭക്തതയെ തപ്തമായുള്ളോരെ പിണ്ടവത്സത. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനുമായ ദേഹോഹമദേവ കർമ്മകർത്താഹമെത്യഹന്ത സങ്കല്പ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനനാമരണമം. സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസാപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപ്പൊട്ടുമാശു കീഴ്പൊട്ടും ഭ്രമിച്ചതീ താൽപര്യവൻ പുണ്യപാപാത്മകൻ സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ. മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും മിത ഉത്തമാംഗം കൊള്ളു വീഴൂ മധുഭുവി. പുണ്യമൊടുങ്ങിയാലിന്ദു തന്മണ്ഡലേ ചെന്നു ഉപതിച്ചു നീഹാരാസമേതനായി. ഭൂമോപതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം.
പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലൻ എന്നതിലൊന്നൊരേതസ്സായി ചമഞ്ഞതോ ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമം ഏകദിനേന കലർന്നു മാം ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ഭുതാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിയിലുധിര പരിപ്ലുതമായി വരും ആശുതസ്യാമങ്കുരോത്പത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖബന്ധിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു ഷഷ്ടമാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനം കർണയോശ്ചിദ്രം ഭവിക്കോ മതിസ്ഫുടം പിന്നെ മേഡോപസ്ഥനാഭിവായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഉത്തമായോരൂശരകേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരവി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും 5 മാസി ചൈതന്യവാനായി വരുമന്യസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാത്പരദ്വയണ മാതാവിനാൽ സപേക്ഷമായ ഭുക്താന്യരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മൃത്യുപരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാടരവന്യപ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 10,100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു നിത്യം കുടുംബഭരണൈകസക്തനായി വിത്തമന്യായമായാർജിച്ചിതന്നഹം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടിങ്ങനെ ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചതിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോഴിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നു ബാഹ്യസ്ഥലേകൽപ്പോടെനിക്കു ഉറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭഗവത് സ്തുതി തുടങ്ങിയതിൽ 10 മാസം തികയും വിധൗ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധരണ പീഡാന്യുതം ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പ്രദാസകെ നിന്നാൽ അനുഭൂതമായുള്ളത് എന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽപരം മേലേയിരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്ന ആത്മജ്ഞാനിയായി വാഴ്കനേ. ശുദ്ധം സദാ ശാന്തമാകാനമദ്വയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭൂമി പാരമാർത്ഥാത്മന വാഴുക നീസകെ. മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല. പ്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിനോ മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർവിട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോകും മായയ ഗംഗയിൽ കൊണ്ടുവച്ചിടും ദശാന്തരേ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മക്കടരാജനിയോഗാൽ കവിപലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തൂം ഒരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നുങ്കി വാഴുന്ന ദേശം ദയാവശൽ
അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഭവിച്ചിടൂം, അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നെ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലും ഓർത്താലറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതുമേന്മേൽ വരേണമേ, നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്തിലർണവമെന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാന്യതിയെ കടക്കുന്നിതേ വരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നൂ പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദീ വിഹായസ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.